പുഞ്ചകൃഷിയുടെ കൊയ്ത്ത് കഴിഞ്ഞ് ദിവസങ്ങളായെങ്കിലും മില്ലുകൾ നെല്ല് ഏറ്റെടുക്കാത്തതോടെ പ്രതിസന്ധിയിലാണ് കുട്ടനാട്ടിലെ കർഷകർ. വിവിധ കൃഷിഭവൻ പരിധികളിൽ ഏക്കർ കണക്കിന് പാടശേഖരങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞെങ്കിലും പലയിടങ്ങളിലും നെല്ല് കെട്ടിക്കിടക്കുകയാണ്. സപ്ലൈകോ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പ്രകാരം കിഴിവ് നൽകാൻ കർഷകർ തയ്യാറാണെങ്കിലും കൂടുതൽ കിഴിവ് ചോദിച്ച് കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ് മില്ലുടമകൾ. കുട്ടനാട്ടിലെ ഭൂരിഭാഗം പാടശേഖരങ്ങളിലെയും കാഴ്ചയാണിത്. പുഞ്ചകൃഷി കൊയ്ത്തു തുടങ്ങിയിട്ട് ദിവസങ്ങളായി. നെല്ലെടുക്കാൻ മില്ലുകാർ എത്താതായതോടെ അധ്വാനം പാഴാകുമോ എന്ന ആശങ്കയാണ് കർഷകർക്ക്. വെളിയനാട് കൃഷിഭവൻ പരിധിയിലെ 1500 ഹെക്ടറിലെ പുഞ്ചകൃഷി 90% വിളവെടുത്തു. പതിരും കറവലും നനവുമില്ലാത്ത നല്ല നെല്ലാണ്. പക്ഷെ മില്ലുകാരുടെ ഏജന്റുമാർ അതൊന്നും നോക്കാതെയാണ് കർഷകരോട് കിഴിവ് ചോദിക്കുന്നത്. കർഷകരെ ചൂഷണം ചെയ്യാൻ സർക്കാർ മില്ലുകാർക്കൊപ്പമാണെന്ന് ആരോപണവുമുണ്ട്. വേനൽമഴ പെയ്ത് ഇത് നശിച്ചു പോകണമെങ്കിൽ പലിശയും ഇതെല്ലാം കണക്കേറി അവസാനം ആത്മഹത്യയുടെ വാക്കിലേക്കേ പോകത്തുള്ളൂ. അല്ല വേറെ പ്രത്യേകിച്ച് ഒന്നും പറയണ്ട അതിനെക്കുറിച്ച്. ഇത് സമയത്ത് പോയി കൃഷി പോയി നെല്ലെടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പോലെ പെട്ടെന്ന് പൈസ കിട്ടും. സർക്കാർ നല്ല രീതിയിൽ ഇടപെടണം ഈ നെല്ലെന്ന് കയറിപ്പോയാൻ വേണ്ടി. കുട്ടനാടിൻ്റെ പ്രകൃതിയെ സംബന്ധിച്ച് അറിയാമല്ലോ, ഇപ്പം തന്നെ ആറ്റിൽ വെള്ളം കൂടുതലാണ്. അപ്പോൾ ഈ ഉറവയുണ്ട്. ഈ മഴയും കൂടെ പെയ്യുമ്പം ഈ എപ്പോഴും മോട്ടർ ഓടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. ഇത് 2 ദിവസം മഴയത്ത് കിടന്നു കഴിഞ്ഞാൽ ഇത് അടിയിപ്പം തന്നെ കണ്ടില്ല നിങ്ങൾ, താഴെ വെള്ളമുണ്ട്. അപ്പോൾ അത് ഇത് കിളുത്ത് കയറി പോകും. പിന്നെ അവർ പറയുന്ന കിഴിവും കൊടുത്ത് നമ്മൾ കൊടുക്കേണ്ടി വരും. ആ ഒരു സാഹചര്യം വരും. അതിന് മുന്നേ ഇതിൻ്റെ ഗവൺമെൻറ് ഭാഗത്ത് ഇടപെടലുണ്ടായി പെട്ടെന്ന് കയറിപ്പോകാനുള്ള സംവിധാനം ഉണ്ടാക്കി തന്നാൽ മതി. സപ്ലൈകോ നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ പ്രകാരം കിഴിവ് നൽകാൻ കർഷകർ തയ്യാറാണ്. എന്നാൽ നെല്ലിന്റെ സാമ്പിൾ പരിശോധിക്കാൻ പോലും ഉദ്യോഗസ്ഥരെത്തില്ല. പകരം മില്ലുകാരുടെ ഏജന്റുമാർ വന്ന് വൻ കിഴിവ് ചോദിക്കുകയാണ് പതിവ്. ഈ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നെല്ല് കൊയ്തിട്ട് ഇപ്പോൾ ഇത് 3ാം പക്കമാണ്. ഞങ്ങളുടെ 3ാം പക്കമാണെങ്കിൽ ഈ പഞ്ചായത്തിൽ 14-15 ദിവസമായി കിടപ്പുണ്ട്. 2300 ഹെക്ടറുള്ള ഈ കൃഷിഭവനിലെ പകുതി കൂടുതൽ 90% കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒരു പാടത്തു നിന്ന് 4 കിലോ 3 കിലോ വെച്ച് ഒരു പോയിട്ടുണ്ട്. ബാക്കി നെല്ല് മുഴുവൻ കിടക്കുന്നത്. എന്തൊരു സംവിധാനത്തിന് ഇത് ഉണ്ടാകണം. ഈ നെല്ല് കൊടുക്കുന്നത് ഞങ്ങൾക്ക് കിഴിവ് കൊടുക്കുന്നതിന് ഞങ്ങൾ ഇപ്പോഴൊന്നും പറഞ്ഞില്ല. മാനദണ്ഡം അനുസരിച്ച് കിഴിവ് കൊടുക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാർ ബോധ്യപ്പെടണം. എവിടെ കിടക്കുന്ന മില്ലുകാർ ഏജന്റുമാർ വന്നിട്ട് നിങ്ങൾ 5 10 എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടുക്കില്ല. ഇനിയിപ്പോൾ ഞങ്ങളുടെ സ്വഭാവം മാറുന്ന രീതിയിലേക്ക് വരുത്തരുത്. ഇതാണ് സർക്കാർ ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ മില്ലുകാർ പിന്നെ മറ്റൊരു കാര്യം വളരെ വ്യക്തമായി കളക്ടർ യോഗത്തിൽ വെച്ച് പറഞ്ഞതാണ്, ഒരു മില്ലുകാരൻ വന്ന് ആ നെല്ലെടുക്കുന്നില്ല എങ്കിൽ അവരെ കരിമ്പട്ടികപ്പെടുത്തുന്നു പറഞ്ഞ്. എന്തുകൊണ്ട് പാലക്കാട് മില്ലുകാരെ കരിമ്പട്ടികപ്പെടുത്തുന്നില്ല? അവരെ വെറുതെ അതിൻ്റെ ഡൈനാമിക് സിസ്റ്റം എന്ന് പറയുന്നു. മില്ലുകാരൻ വരുന്നു, ഏതെങ്കിലും ഒരു 2 പേരും വന്ന് തട്ടി വെച്ച് പറഞ്ഞ് 10 കിലോ വേണം 5 കിലോ വേണം. ഈ ഒരു സംവിധാനം മാറ്റണം. ഞങ്ങളുടെ നെല്ല് സമയത്ത് എടുത്തുകൊണ്ട് പോയി യഥാസമയം ഈ നെല്ല് എടുത്ത് കൊണ്ടുപോകും. മേഡം കണ്ടല്ലോ, ഇന്നലെ മഴ പെയ്ത് ഇന്നുള്ള മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് മുഴുവൻ വെള്ളത്തിൽ കിടന്ന് പോകത്തേ ഉള്ളൂ. ഏക്കർ കണക്കിന് പാടശേഖരങ്ങളിൽ നെല്ലെടുക്കാതെ കിടക്കുകയാണ്. മില്ലുകാർ എന്ന് വരുമെന്നോ നെല്ലെടുക്കുമെന്നോ യാതൊരു അറിയിപ്പും ഇതുവരെ കർഷകർക്ക് ലഭിച്ചിട്ടില്ല. കടം വാങ്ങിയും പലിശക്കെടുത്തും പ്രതിസന്ധികളെ തരണം ചെയ്തുമൊക്കെ നെല്ല് വിളയിച്ചെങ്കിലും കർഷകരുടെ ആശങ്ക ഒഴിയുന്നില്ല. വേനൽ മഴയും ഉപ്പുവെള്ളവും ഭീഷണി ഉയർത്തുമ്പോൾ എത്രയും പെട്ടെന്ന് നെല്ല് ഏറ്റെടുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ക്യാമറമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം നിഷാ ദിലീപ്, ജനം, ആലപ്പുഴ.